ഗോഡ് ഡിബേറ്റിന് ഒരിക്കലും ഒരു വൺ സൈഡഡ് ആൻസർ ഇല്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ അടിപൊളി ഗെയിമാണ്. പുള്ളിയുടെ കളി കണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? പുള്ളിയെ പോലെ റൊണാൾഡോ ഒന്നും അല്ല. റൊണാൾഡോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ബാൻ കിട്ടും, ഒന്നെങ്കിൽ നിങ്ങൾ തോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തെ ബാൻ കിട്ടും. മെസ്സി അറിഞ്ഞുകൊണ്ട് തോറ്റയാണ്. നമ്മുടെ ഒരു വ്യൂവറിൻ്റെ കമൻറ്റാണ്, സൂപ്പർ ബാലൻഡോർ 2019 കൊടുക്കുമായിരുന്നെങ്കിൽ അത് മിക്കവാറും തന്നെ റൊണാൾഡോക്ക് കിട്ടിയിരുന്നു. Two legends, one defining era. But only one could claim the world. വേൾഡ് കപ്പ് 2026 ഫൈനലി കൺക്ലൂഡായി. ഒരു അടിപൊളി ഫൈനൽ, ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഫൈനൽ. ബെറ്റൊക്കെ ചെയ്ത ആൾക്കാർക്ക് മേ ബി കോൾ അടിച്ച് കാണും. കാര്യം അത്ര അടിപൊളി ഒരു ഫൈനൽ കഴിഞ്ഞു. അർജൻറ്റീന തോറ്റു ഒബ്വിയസ്ലി. ആൻഡ് ആ ഒരു കളിയും സംഭവങ്ങളും കണ്ട ആൾക്കാർക്ക് അറിയാം അതെന്തുകൊണ്ടാണ് സംഭവം. വൺ സൈഡഡ് ഗെയിമായിരുന്നു. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ഇവിടെ കൺക്ലൂഡ് ആയപ്പോഴത്തേനും നമ്മുടെ ഓവറോൾ ടേക്ക് അവേസ് എന്താണ് ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന്, അതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഒട്ടും പോളറൈസിങ് അല്ലാത്ത രീതിയിൽ ഞങ്ങൾ പറയാൻ ശ്രമിക്കാം. ബാക്കി നിങ്ങൾ വൈശാഖിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസം എന്തൊക്കെ ഡ്രാമയായിരുന്നു ഇവിടെ നടന്നത്. സോ അപ്പോൾ അതിനെല്ലാവരെയും കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും തോട്ട്സ് കാര്യങ്ങൾ ഇപ്പോൾ പറയാനാണെങ്കിൽ പുതിയൊരു ന്യൂസ് ഞാൻ കണ്ടു. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. നമ്മുടെ യുഎസിൻ്റെ അൾട്ടിമേറ്റ് ബിസിനസ് മൈൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫിഫയുടെ അവർ ആ ഫൈനൽ നടന്ന ആ സ്റ്റേഡിയത്തിലെ പിച്ച് മുറിച്ച് കുപ്പിയിലാക്കി വിൽക്കുന്നുണ്ട് ഇപ്പോൾ $450. വലിയ സൈസിൽ വേണമെങ്കിൽ $300. പണ്ട് ബാഴ്സലോണയ്ക്ക് ഫണ്ട് പറഞ്ഞ സമയത്ത് അവരെ പിച്ച് മുറിച്ച് ഫണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു റെക്കോർഡ് സാധനം, അവരുടെ റവന്യൂ ബഡ്ജറ്റഡ് എനിക്കൊന്ന് 11 ബില്യൺ എന്തോ ആയിരുന്നു. സോഫാർ അത് 13 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് ടാർഗറ്റിലും 2 ബില്യൺ കൂടുതൽ പ്രോഫിറ്റ് ഈ വർഷത്തെ ഇതിൽ നിന്ന് നേടിയിട്ടുണ്ട്. അത് ഒട്ടും കൂടിയില്ലെങ്കിൽ അതിശയം ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അങ്ങനെ 1-2 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. പിന്നെ പറയാനാണെങ്കിൽ മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വേൾഡ് കപ്പ് കണ്ടിട്ട്? ഈ വേൾഡ് കപ്പിൻ്റെ ആ ഒരു രീതിയും ഇപ്പോൾ 48 ടീം എന്നുള്ള എനിക്കൊന്ന് അടുത്ത വേൾഡ് കപ്പ് 64 ആക്കുമെന്ന് ഇൻഫൻറ്റീനോ പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇനിയിപ്പോൾ 64 ടീം ഉണ്ടാവും അടുത്ത വർഷം. ദിസ് വാസ് ദി ഫസ്റ്റ് ടൂർണമെന്റ് എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ദിസ് മെനി. സോ അതായിരുന്നു ഇൻഫൻറ്റീനോ ഓൾറെഡി പറഞ്ഞ കാര്യം. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഇത് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിരുന്നു. പുള്ളി ഫിഫയുടെ മണ്ടയ്ക്ക് കയറിയപ്പം പുള്ളി ആദ്യം മറ്റൊരു സാധനം അത് 32 48 ആക്കി. ഇനിയിപ്പോൾ 48 64 ആക്കും. അപ്പോൾ എനിക്കൊന്ന് അടുത്ത ഇതോട്ട് 64 ടീം ഉണ്ടാവും. ഇച്ചിരൂടെ വലുതായിരിക്കും. കുറേ കൂടെ ചാൻസ് ഉണ്ടാവും. ഈവൻ ഇന്ത്യക്കും നല്ലൊരു ചാൻസ് ഉണ്ടാവും. അത് ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പോകും. പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മുടെ ആ പിള്ളേർ കളിച്ച കളിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പറയില്ല, അത് എക്സ്ട്രാ ഓർഡിനറി സീൻസ്. അത് പിള്ളേരെ പക്ഷേ നമുക്ക് സീനിയർ ടീമിൽ കാണാം അതുപോലത്തെ ആൾക്കാർ. പക്ഷെ അത് വളർന്നു വരുന്ന തലമുറ ഒക്കെ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി നല്ലൊരു ടീം വരട്ടെ. കറപ്റ്റഡ് അല്ലാത്തൊരു ഫിഫയുടെ വേൾഡ് കപ്പിൽ. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഫൈനൽ കണ്ടു? ഫൈനലിന്റെ വേറൊരു തമാശ പറയാനായിട്ട് ഞാൻ 1-2 വീഡിയോസ് കണ്ടത്. നമ്മൾ ഇതിനു മുന്നേ കറപ്ഷനെ പറ്റിയൊക്കെ പറഞ്ഞു. സോ അപ്പോൾ അന്നേരം ഒന്നും അർജൻറ്റീനയുടെ ഫാൻസ് എടുത്ത് പറയുകയാണെങ്കിൽ അവർ പറഞ്ഞു ഇത് കറപ്റ്റഡ് അല്ല എല്ലാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി 1-2 വീഡിയോ കണ്ടപ്പോൾ അതിലെല്ലാം പറയാം ഫൈനൽ കറപ്റ്റഡ് ആയിരുന്നു. റെഫറി സ്പെയിനിന് മാത്രമേ ഇതൊക്കെ കൊടുക്കുന്നുള്ളായിരുന്നു, അർജന്റീനയ്ക്ക് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ ഇത് പുതിയൊരു പെറ്റീഷൻ തുടങ്ങി. അർജന്റീന ഫാൻസ് പെറ്റീഷൻ തുടങ്ങി. ഫൈനൽ റിഗ്ഡ് ആയിരുന്നു, ഒന്നുകൂടെ ഫൈനൽ റീപ്ലേ ചെയ്യണമെന്ന് പറഞ്ഞ് 80,000 പേര് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു പെറ്റീഷൻ. രണ്ടാമത്തെ അർജന്റീനയുടെ ഫെഡറേഷൻ ആൾക്കാർ പറയുന്നത് ഇനി അർജന്റീനക്കെതിരെ ആര് പോസ്റ്റ് ഇടുന്നോ അവരെല്ലാം പിടിച്ച് അവരെല്ലാം ഫൈൻ അടക്കണം, അവരുടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുമെന്ന്. സോ അപ്പോൾ അതിനെതിരെ അടുത്ത പെറ്റീഷൻ ഇപ്പം AFA അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതും അധികം താമസിക്കാതെ എല്ലാവരും കാണും. വേറെ പെറ്റീഷൻ ഉണ്ട്, അർജന്റീന എന്നിട്ട് വേൾഡ് കപ്പ് കളിപ്പിക്കരുതെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈൻ ചെയ്തത്. 23 മില്യൺ ആൾക്കാർ സൈൻ ചെയ്ത് ഇനി അർജന്റീനയെ കളിപ്പിക്കാൻ പാടില്ല വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞു. ഓരോരുത്തർ വീഡിയോ ഇറക്കുന്നതാണ്. ഇത് പറഞ്ഞ ലോക്കർ റൂമിൽ സംസാരിക്കുന്നത് കേട്ടു, നമ്മൾ തോക്കണമെന്ന്, യു ആൾ ഷുഡ് ലൂസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ അവിടെ എന്നൊക്കെ വീഡിയോ ആണ്. എന്നിട്ട് ഇത്ര ഇന്ത്യൻസ് കളി കഴിഞ്ഞിട്ട് പറയുക സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞ ഇന്ത്യൻസ് കളി എന്ത് ഇന്ത്യൻസ് കളി. അപ്പോൾ ഓക്കെ അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എഗ്രി ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ നടന്ന് സ്ക്രിപ്റ്റഡ് ആണെന്നും കൂടെ അപ്പൊ നിങ്ങൾ എഗ്രി ചെയ്യണ്ട. ഇല്ല അത് പറ്റത്തില്ല. ഇല്ല, പക്ഷെ ഓവറോൾ സ്ക്രിപ്റ്റ് അല്ലാന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നല്ല വലിയ പ്ലെയേഴ്സ് കളിക്കണം എന്നുള്ള ഫേവറേറ്റിസം ഉണ്ട്. കാര്യം കളിച്ചില്ലെങ്കിൽ വ്യൂവർഷിപ്പ് കിട്ടത്തില്ല. റൊണാൾഡോ, മെസ്സി, എംബാപ്പെ ഒന്നും കളിച്ചില്ലെങ്കിൽ ആ കളി ആരും കാണാൻ പോകത്തില്ല. കാര്യം ഒരു 50% ഓഫ് പോപ്പുലേഷൻ ചിലപ്പോൾ ഒരു ആളെ തന്നെ കാണാൻ വരുന്ന ടീമുകളുണ്ട്. അതിന്
അവർ റെഡ് കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംഭവം മിക്കവാറും ഉണ്ടാവും റഫറീസിനാണെങ്കിലും. പക്ഷെ അതിൽ കൂടുതൽ എനിക്കിതിൽ വേറെ സംഭവം എനിക്ക് തോന്നുന്നു. അതിനാണല്ലോ റിഗ്ഡ് എന്ന് പറയുന്നത്. അതിന് റിഗ്ഡ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് പറയാം. പക്ഷെ അത് എന്നുള്ള ടൈം ഒഴിച്ചു വെച്ച ഫേവറിറ്റിസം എന്ന് പറയാം. കുറച്ച് പ്ലേയേഴ്സിനോടും അല്ലെങ്കിൽ ടീമിനോടും കാണിക്കുന്ന ഫേവറിറ്റിസം. അല്ലാതെ എന്താ പറയുന്നത് കളി ഫിക്സ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. കളി ഓർഗാനിക്കലി നടക്കുന്നതാണ്, അത് നമുക്ക് കാണുമ്പോഴും മനസ്സിലാവും. പക്ഷെ ആ ഓർഗാനിക്കലി നടക്കുന്ന കളീനെ മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഒഫീഷ്യൽസിന് കുറച്ച് എന്താ പറയുക, ഒരു ടീമിനോടോ ആൾക്കാരോടോ ഒരു ചെറിയ ഇത് ചെയ്യാൻ പറ്റും. കാരണം അത് ഓൾറെഡി ഇതാണ്. കാരണം ഇത് ഇത്രയും ഫണ്ട് ഇറങ്ങുന്ന പരിപാടിയാണ്. സോ അപ്പം അവിടെ ഇവർക്ക് കാശ് വെച്ച് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. സോ അപ്പോൾ അത് അപ്പോൾ ഇനി ബാക്കി നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു മാസത്തെ ആ ഒരു ഡ്രാമ, ഈവൻ നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റാർട്ട് US വേൾഡ് കപ്പ് വെച്ചത് തൊട്ടുള്ളത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇടിയായില്ലേ കുറെ ടീം തമ്മിൽ. ഫൈനലിന്റെ അവസാനം അതാണ് ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട വേൾഡ് കപ്പ് ആയിരുന്നു. വൺ സൈഡ് ഗെയിം. അർജന്റീനയ്ക്കാണെങ്കിൽ ബോൾ തുടർന്ന് പോയിട്ട് കാണാൻ പോലും കിട്ടിയിട്ടില്ല ഫൈനലിൽ. ഫുള്ള് സ്പെയിൻ. ആ എന്താ മറ്റേ സ്പെയിൻ്റെ ഗോൾ കീപ്പറാണെങ്കിൽ അവിടെ ചുമ്മാ പായൊക്കെ വിരിച്ച് കിടന്ന് ഉറക്കമായിരുന്നു. കളി ഫുള്ള് ഇപ്പുറത്തെ സ്പെയിൻ അന്യായ കളി. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർജന്റീന എങ്ങനെ ഫൈനൽ വരെ എത്തി എന്നുള്ള കാര്യമാണ്. അവരുടെ ഒരു ഗ്രൂപ്പും ആ സൈഡിലെ ഫുൾ ബ്രാക്കറ്റും എല്ലാം തുക്കട ടീം. അവർ ടോപ്പ് 10 ഒരു ടീമിനോടും കളിച്ചിട്ടില്ല. കളിച്ച ടീമായിട്ടൊക്കെ കഷ്ടിച്ച് റഫറിയുടെ സഹായം കൊണ്ടൊക്കെ തട്ടിമുട്ടോ ജയിച്ചത്. അത് കളി കണ്ടവർക്ക് മനസ്സിലാവും. ആരും എന്നെ ഒന്ന് തെറി വിളിക്കരുത് ഉള്ള കാര്യമാണത്. എന്നിട്ട് ഫൈനലിൽ ശരിക്കും നല്ലൊരു ടീമിനെ കിട്ടിയപ്പോൾ, ആക്ച്വൽ റാങ്കിങ്ങിലുള്ളൊരു ടീമിനെ കിട്ടിയപ്പോൾ അവർക്ക് ബോള് തൊടാൻ കിട്ടിയിട്ടില്ല. അവർക്ക് പൊസഷനും ഇല്ല, ഷോട്ട് ഓൺ ടാർഗറ്റേ ഇല്ല. 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അർജന്റീന മെസ്സി ഗോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കോമഡി. അത് ഇംഗ്ലണ്ടോട്ട് നന്നായിട്ട് കളിച്ചതല്ല, ഇംഗ്ലണ്ട് ലോക പരാജയം കളിയാണ് കളിച്ചത്. അവരുടെ ടാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോക പരാജയം ടാറ്റിക്സ്. അങ്ങനെ അതുകൊണ്ട് മാത്രം ഇംഗ്ലണ്ട് ഫ്രാൻസും കളി കണ്ടായിരുന്നു. അത് കണ്ടോ? അപ്പോൾ മനസ്സിലായി ഇംഗ്ലണ്ടിന്റെ. ഫ്രാൻസും സ്പെയിനും കളിയും സെയിം സംഭവമായിരുന്നു. ഫ്രാൻസിന് ബോളുകളൊക്കെ തൊടാൻ കൊടുത്തിട്ടില്ല. ഫ്രാൻസും സ്പെയിനും കളിച്ചായിരുന്നു. എംബാപ്പയുടെ 0 ഗോൾസ് ആയിരുന്നു. സ്പെയിൻ അതാ പറഞ്ഞത്. സ്പെയിൻ കളിച്ചത് പോർച്ചുഗലിനെതിരെ. പോർച്ചുഗലിന് ബോൾ കൊടുത്തു. പോർച്ചുഗലുമായിട്ട് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പോർച്ചുഗലോട്ട് നല്ല കളിയായിരുന്നു. പോർച്ചുഗൽ ഡോമിനേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ വന്നിട്ട് സീനാക്കി വിട്ടു. പക്ഷെ ഇതുപോലെ ഫ്രാൻസ് സ്പെയിൻ കളിയിൽ എന്താ സ്പെയിൻ എംബാപ്പേനൊക്കെ ലൊപ്പൂട്ടിയിട്ടായിരുന്നു. അതാറിനെ. അപ്പോൾ നമ്മൾ അർജന്റീന എങ്ങനെ ഇവിടെ വരെ എത്തി? അർജന്റീനയുള്ള ചെറിയ ടീമുകളായിട്ട് വരെ അവർ കഷ്ടിച്ച് ജയിച്ചത് 2-0 ആയിരുന്നു. എല്ലാ ടീമുകളായിട്ട് അവർ കഷ്ടിച്ച് ജയിച്ച് വന്ന് നല്ലൊരു ടീമിനെ കിട്ടിയപ്പോൾ ലോക്കിട്ട് വെച്ചേക്കായിരുന്നു അവിടെ. ഇവൻ മെസ്സി, ഞാനാണെങ്കിൽ കളി കഴിഞ്ഞ ആദ്യം ഒരു 10-20 മിനിറ്റ് ഞാൻ ആക്ച്വലി ആലോചിച്ചു മെസ്സി ഇറങ്ങിയിട്ടില്ലേ എന്ന് കളിക്കാൻ. കാരണം ഞാൻ പുള്ളിയെ കണ്ടേയില്ല, ആ ഫീൽഡിലെ ഞാൻ പുള്ളിയെ കണ്ടില്ല. ഞാൻ ആക്ച്വലി ആലോചിച്ച കാര്യമാണ്, മെസ്സി ഇന്ന് കളിക്കുന്നില്ല, മെസ്സിക്ക് ഇഞ്ചറിയെല്ലാം പറ്റിയിരിക്കുകയാണ്, ഇനി ഇറങ്ങിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി പുള്ളിയാണെങ്കിൽ അവിടെ എവിടെയോ മാറിപ്പോണ്ടായിരുന്നു. പുള്ളിക്ക് ബോളോടാൻ കിട്ടിയിട്ടില്ല. പിന്നെ പുള്ളി ഹമ്പിളാണ് ഗോട്ടാണെന്നൊക്കെ പറഞ്ഞാണെന്നമാര് കളി കഴിഞ്ഞപ്പോൾ കണ്ടെന്ന് അറിയത്തില്ല. പുള്ളിയാണെങ്കിൽ ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ അപ്പുറത്തെ വരുത്തലാണെങ്കിൽ ഒന്ന് മോഹം ഇങ്ങനെ ചുണ്ടിങ്ങനെ ചുണ്ട് പൊത്തിയല്ല, ചുണ്ട് ഇങ്ങനെ കാണിച്ച പറഞ്ഞ പോലെ ചുണ്ടത്ത് ഇഞ്ചറി പറ്റിയ കാര്യം പറയാൻ വേണ്ടി കൈ ഇങ്ങനെ ഉണ്ടതാ. ഉടനെ പുള്ളി മെസ്സി ആണെങ്കിൽ ഉടനെ റെഫറി ഓടി റെഫറി ഇവൻ കൈ പൊത്തി മോഹം പൊത്തിയൊക്കെ പറഞ്ഞ ഒരുമാതിരി അലമ്പ്. വാവത്തി കഴിഞ്ഞ റെഡ് കാർഡാണ്. പക്ഷേ കാരണം അത് റേഷ്യൽ ഇതുണ്ടാവും, എന്തെങ്കിലും പറയുവാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് വാവത്താൻ പറ്റത്തില്ല കളിക്കടയിൽ. വാവുത്തി അപ്പുറത്തെ ടീമിലെ ആൾക്കാരോടോ സ്റ്റാഫിനോടോ ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിയാണെങ്കിൽ ഉടനെ റെഫറിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ആകപ്പാടെ അലമ്പാക്കുന്നത് എനിക്കറിയത്തില്ല. പുള്ളിയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു പ്ലെയറുമാണ് പുള്ളിയുടെ. പക്ഷെ എനിക്കൊന്ന് പുള്ളിയുടെ ഒരു പേര് ഈ ടൂർണമെൻറ്റോടെ പോയി. പുള്ളിക്കുണ്ടായിരുന്ന സപ്പോർട്ടേഴ്സ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും, എന്തൊക്കെ നടന്ന സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമുക്ക് എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പ് 100% ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കണ്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ടീമിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചറും അവരുടെ ആ ഒരു കോർഡിനേഷനും ഒക്കെ ആയിരുന്നു. ആദ്യത്തെ കുറേ നേരം അവർ ഭയങ്കര കാമായിട്ട് തട്ടിമുട്ടിയും കളിക്കും, മാക്സിമം ബോൾ പോവെങ്കിലും പിന്നെയും മേടിച്ചും ബിൽഡപ്പ് കളിക്കും. എന്നിട്ട് അവസാനത്തെ ഒരു 10-15 മിനിറ്റിൽ വന്നിട്ട് സ്റ്റീം കളി കളിച്ച് ഗോൾ അടിക്കും. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് അതുള്ള കാര്യമായിരുന്നു. അത് നല്ലതായിരുന്നു. ഈജിപ്തിനെതിരെയൊക്കെ അവസാനത്തെ 10 മിനിറ്റ് അടിപൊളിയായിരുന്നു, നല്ല കളിയായിരുന്നു. പക്ഷെ എന്നാലും ആ ഗെയിമിലും ഉണ്ടായിരുന്നു കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. ആ ഗെയിമിലാണെങ്കിലും നേടാൻ പാടില്ലാത്ത കുറേ ഗോളൊക്കെ നേടി, അപ്പുറത്തെ ഗോളൊക്കെ എടുത്ത് കളഞ്ഞു. അതും കോൺട്രവേഴ്ഷ്യലാണ്. അതും വേണമെങ്കിൽ മര്യാദയ്ക്ക് കളിക്കുമായിരുന്നെങ്കിൽ അവിടെ നിന്ന് അവർ പുറത്താവേണ്ടതാണ്. മിക്കവാറും ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ പുറത്താവേണ്ടതായിരുന്നു. മര്യാദയ്ക്കായിരുന്നു ഒഫീഷ്യേറ്റിംഗ് എങ്കിലും. ഇംഗ്ലണ്ട് ക്ലീൻ ആയിരുന്നു. ഇംഗ്ലണ്ട് കളി ക്ലീൻ കളിയായിരുന്നു. പക്ഷെ അത് ഇംഗ്ലണ്ട് ഭയങ്കര ശോകം കളി. പക്ഷെ അതായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത്, ഇവർക്കറിയാം
ഇതുപോലെ ഒരു ഡൈനാമിക്സ് ഉള്ളൊരു ടീമാണ്. സോ അപ്പം ആ ഒരു കോച്ച് അന്നേരം ആ ഒരു അവസാനത്തെ ഒരു ഒരു 20 മിനിറ്റിൽ ഒരു 25 മിനിറ്റിലേക്ക് അവർക്ക് ബോൾ ഇട്ട് കൊടുക്കുമോ ചുമ്മാ? അതെല്ലാവരും ചെയ്യും. അതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും അത് ചെയ്യും. ആദ്യം ഒരു ഗോൾ അടിച്ച് ലീഡ് ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നതാണ് അവർ ഡിഫെൻസീവ് ആവും മൊത്തം. അത് കുറേ ടീമുകൾ കോച്ചുകൾ അങ്ങനെ ചെയ്യും. പക്ഷെ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പുറത്തവരൊന്നും അവർക്കൊരു ചാൻസ് മതി ഗോൾ അടിക്കാൻ. അവരിങ്ങനെ മൊത്തം പേരും ഡിഫൻസീവ് ബാക്ക് ലൈൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റവരാ ഫുൾ അറ്റാക്ക് ചെയ്ത് അവർക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും, അവർ ഗോൾ അടിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ അത് സാധാരണ ചെറിയ ടീമുകളൊക്കെ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് ഇങ്ങനത്തെ സാധനം കാണിക്കുന്നത് ആരും വിചാരിച്ചിട്ടില്ല. വേറൊരു സംഭവം, സ്പെയിൻ എനിക്ക് തോന്നുന്ന ടോപ്പ് 4 വന്ന ടീമുകളിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ലോവസ്റ്റ് സപ്പോർട്ടുള്ള ടീം സ്പെയിൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അർജന്റീന ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, പോർച്ചുഗൽ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, പിന്നെ സ്പെയിൻ ഉണ്ടായിരുന്നു. ഈ 4 ടീമിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് സപ്പോർട്ടേഴ്സ്, അവസാനത്തെ 4 ഏറ്റവും കുറവ് ബെറ്റിംഗ് ഉണ്ടായിരുന്നത് സ്പെയിനിലായിരുന്നു. പക്ഷേ സ്പെയിൻ ജയിച്ചു. പക്ഷേ ഇല്ലില്ല, ഈ ടൂർണമെന്റ് തുടങ്ങിയ കാലം പോലെ എല്ലാവരും പറഞ്ഞു ഇത്തവണ സ്പെയിൻ ജയിക്കുന്നത്. കാരണം സ്പെയിൻ ആണെങ്കിൽ കഴിഞ്ഞ ഇതൊക്കെ കപ്പൊക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അവർ യൂറോ ഞാൻ കണ്ടതിലൊക്കെ അതായിരുന്നു. ഇപ്പം ടോപ്പ് 4 വന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു ഓൺലൈനിലൊക്കെ എങ്ങനെ സംഭവം വരുന്നത്. ഇപ്പോൾ ഇവന് ഈ ബെറ്റിംഗ് സംഭവങ്ങളെല്ലാം സ്പെയിനിലായിരുന്നു ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അർജന്റീന, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ്, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട്. കാര്യം 4 നല്ല ടീമാണ്. കാര്യം 2 കഴിഞ്ഞ ഫൈനലിൽ കയറിയ ടീമുകളായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും പക്ഷേ സ്പെയിനിൽ എന്താ വർക്ക് ചെയ്തത്? പുള്ളിയുടെ കോച്ചിന്റെ ബുദ്ധിയാണോ അത് എന്താണ്? ആ ടീമിന്റെ സ്ട്രക്ചറും അവരുടെ ആ ഒരു ഡിസിപ്ലിനാണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ആരും ഒന്നും കൂടുതൽ ചെയ്യുന്നില്ല, എല്ലാവരും കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, ഇനഫായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ അവരുടെ മെയിൻ ഒരു ഇത് പറയാനാണെങ്കിൽ റോഡ്രി മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയ പുള്ളി നൈസായിട്ട് പുള്ളി അവിടെ നിന്നിട്ട് ആ കളി ഫുള്ള് തീരുമാനിക്കുന്നത്. ആർക്കെങ്ങോട്ട് ബോൾ പോകണം, ആരെവിടെ നിന്ന് എങ്ങോട്ട് പോകണം, അത് പുള്ളിയുടെ ഡിസിഷൻ മേക്കിങ്ങും ഇതൊക്കെ തന്നെയാണ്. അതൊരു പുതിയ ന്യൂസ്, റയൽ മാഡ്രിഡ് പുള്ളി സൈൻ ചെയ്യാൻ പോകാമെന്ന് കേൾക്കുന്നുണ്ട്. സൈൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു ഒന്നും പറയില്ല, അതൊരു ഭയങ്കര ഒരു കഴിവാണ്. അത് പുള്ളിയുടെ ടാലൻറ്റ് എന്തായാലും അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഫൈനലിൽ ഇത്രയും പ്രഷറില്ലാതെ അമ്മിന് അത് ഭയങ്കര തോൽവിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അർജന്റീന അതൊരു വൻ തോൽവിയായിപ്പോയി. വൻ തോൽവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു തോൽവിയായിപ്പോയി. പിന്നെ ഈവൻ അതാ പറഞ്ഞത്, മെയിൻ പ്രശ്നം എന്ന് പറയാനായിട്ട് ഇവരെ ചൊറിയാനായിട്ട് ഇങ്ങനെ ഇരുന്ന് വീർപ്പൂട്ടി ഇരുന്നവർ ഈ കളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ ഫുള്ള് ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് വിട്ടു. അത് ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെയ്റ്റ്. എല്ലാവരും ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളാണല്ലോ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിസേർവിങ് ആണ്, നിങ്ങൾക്ക് ഇത്ര ഹെയ്റ്റ് നിങ്ങൾ ഡിസേർവിങ് ആണ്, കാരണം ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഫുള്ള് ഇതിൽ. എടാ അത് നമ്മൾ ഫാൻസുകാരും സാധാരണ ആൾക്കാരും മാത്രമല്ല, ഞാൻ നോക്കുമ്പം പഴയ പ്ലേയേഴ്സ്, പഴയ കോച്ചസ്, റെഫറീസ് എല്ലാവരും തന്നെ പറഞ്ഞ് അർജൻറ്റീന എന്ത് വൃത്തികെട്ട ടീമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈവൻ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പോൾ പറയുന്നത് അർജൻറ്റീന എന്ത് വൃത്തികെട്ട ടീമാണ്. കാരണം അതിൻ്റെ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു റെസ്പെക്റ്റ് ഇല്ല അവർക്ക്. ഇങ്ങോട്ട് കളി കഴിഞ്ഞപ്പോഴാണെങ്കിലും സ്പെയിൻ്റെ ആൾക്കാർ മെഡലും ഒക്കെ മേടിക്കാൻ നേരം എല്ലാ പ്ലേയേഴ്സും ഈവൻ മെസ്സി ഉൾപ്പെടെ എല്ലാവരും അവരെ നോക്കാതെ നേരെ തിരിഞ്ഞിരിക്കുക. അവരെ അവരെ ബാക്ക് കാണിച്ചുകൊണ്ട് ബാക്കിൽ അവർ സെറൗണ്ട് നടക്കുന്നു, പ്ലേയേഴ്സ് എല്ലാം നേരെ അപ്പുറത്തോട്ട് നോക്കി ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്നു. അതിനൊക്കെ എന്താ പറയണ്ടേ? ഇവൻ കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ ഫ്രാൻസ് തോറ്റപ്പോൾ ഇവർ മെഡൽ മേടിക്കാൻ നേരം അവരാണെങ്കിൽ അവിടെ നിന്ന് ചിയർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. വിഷമമുണ്ടെങ്കിലും ചെറുതായിട്ട് കൈയടിയും അത് പുറത്ത് കാണിക്കത്തില്ല, അങ്ങനെ രീതിയിലായിരുന്നു. ഇവരാണെങ്കിൽ ഒരുമാതിരി ലോ ക്ലാസ് പരിപാടി, നേരെ അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു. ചോദിച്ചാൽ പറയും ഞങ്ങൾ ഫാൻസിനെ നോക്കി നിൽക്കുമായിരുന്നു. അതെ അത് അവരെനിക്ക് തോന്നുന്നു ആ സമയത്ത് അവർ അങ്ങോട്ട് നോക്കി. അതിന് മുന്നത്തെ കുറച്ച് ഷോട്ട് ഉണ്ട്, അതായത് മെസ്സി ആ മെഡലൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് കരയുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന് തൊട്ട് മുന്നത്തെ ആയിരുന്നു. മെസ്സിയാണ് ഇതിൻ്റെ എല്ലാ ഫണ്ണി സൈഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അർജന്റീന ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു ചെയ്യുന്നത്. ഇവരുടെ കൂടെ പോയി ഫോട്ടോ എടുത്ത് വേറൊരു ടീമുണ്ട്, ട്രംപ് മറ്റേ അയാളെ പിടിച്ച് മാറ്റാൻ നോക്കിയപ്പോൾ പുള്ളി അവിടെ നിന്ന് പുള്ളിയാണെങ്കിൽ സൈഡിൽ പ്ലേയേഴ്സിന്റെ കൂടി ഇങ്ങനെ നിൽക്കുന്ന അയാളെ ഇൻഫന്റിനെ പിടിച്ച് മാറ്റാൻ നോക്കി. പക്ഷെ ആള് മാറുന്നില്ല. ഫോട്ടോ എടുത്തിട്ട് മാറാം. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമോ, സ്പെയിനും എല്ലാവരും ഫോട്ടോ ഇട്ടില്ലേ, കറക്റ്റ് പുള്ളിനെ കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് എല്ലായിടത്തും. ഇച്ചിരി ഫണ്ണി ആയിരുന്നു അത് ഫണ്ണിയാണ്. എന്ത് തമാശ. പുള്ളിക്ക് ഈ ട്രോഫി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് അച്ചീവ്മെന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ അതൊക്കെ അത് പുള്ളിയുടെ DNA ആണ്. പുള്ളി ഈവൻ പുള്ളിയുടെ മനസ്സിൽ പുള്ളി അങ്ങനെയാണ് പണ്ട് പോകുന്നില്ലേ, പുള്ളി ഇന്നും ഇതിലെ മാറിയതല്ലോ. പുള്ളിയുടെ മനസ്സിൽ ഇത് US-ന്റെ 250th ബർത്ത്ഡേ ആണ് ഈ വർഷം. പുള്ളിയുടെ ബർത്ത്ഡേ ഈ മാസമായിരുന്നു. പുള്ളിയുടെ മനസ്സിൽ വേൾഡ് കപ്പ് വന്നു. പുള്ളി പറയുന്നത് ഇത് എനിക്കൊന്ന് ഫിഫ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് പുള്ളി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് വേൾഡ് കപ്പ് ഇവിടെയാണെന്നുള്ളത്. അപ്പോൾ പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പുള്ളി സ്വയം പറയുന്നത്. അറിയത്തില്ല എത്ര സത്യം. അല്ലല്ല, അതിവൻ മറ്റേ അവസാനം ഫൈനലി ക്ലോസിംഗിൽ ഇൻഫന്റിനോ പറഞ്ഞു ഈ വേൾഡ് കപ്പ് ഇത്ര അടിപൊളിയായിട്ട് നടക്കാൻ കാരണം എത്ര അടിപൊളിയായിട്ട് മനുഷ്യനേ ഉള്ളൂ. എത്ര അടിപൊളിയായിട്ട് ഇത്ര അടിപൊളിയായി. കറക്റ്റാ, പുള്ളിയുടെ ലെവലിൽ വെച്ചാണ് ഇത് അടിപൊളിയായിട്ടുള്ളത്. ലോകത്തിലെ കണ്ട അടിപൊളി ആസിന് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യലി ആയിരുന്നു. നീ ആലോചിക്ക്, 11 ബില്യൺ അതാണ് ഉടായ്പ. അതിനാണ് ഉടായ്പെന്ന് പറയുന്നത്. റിഗ്ഡാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ റിഗ്ഡാന്നല്ല അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഈ ഫ്ലാഗ് കാണിച്ച് സെമി ഫൈനലിൽ. അപ്പോൾ ആ ഫ്ലാഗ് കാണിച്ചപ്പോൾ എന്തോ ഇങ്ങനെ ഒരു കോൺസ്പിറസി, അത് റിയലാന്നല്ല ഞാൻ പറയുന്നത്. അവർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇതാണ്,
അത് കാരണം അവർക്ക് 10 വർഷത്തെ ബാൻ കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ തോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തെ ബാൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ മെസ്സിക്ക് പ്രശ്നമില്ല, കാരണം പുള്ളി റിട്ടയർ ആകാൻ പോവുക. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ട് കളിക്കേണ്ട പുള്ളിയുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ്, അപ്പോൾ അവരുടെ ലൈഫാണ്, കരിയറാണ് അവിടെ തീരുന്നത്. അത് കാരണം മെസ്സി അറിഞ്ഞുകൊണ്ട് തോറ്റയാണ്. മെസ്സി എന്താണ് പറയണേ, അവിടെ നിന്ന് ഫോർഗെറ്റ് എവറിത്തിങ്, ലെസ് ഫോക്കസ് ഓൺ ഗെയിം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതാണ് ഒരു തിയറി. അല്ലാണ്ട് ഗെയിം റിഗ്ഡാന്ന് അങ്ങനെയല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞ ആ ഒരു ഫ്ലാഗ് കാണിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കര വലിയൊരു പണി കിട്ടി. ഇൻ കേസ് അവർ ജയിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തെ ബാൻ ഉറപ്പാണ് ഫിഫയുടെ അടുത്തുനിന്ന്. അത് കാരണം അവർ അറിഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു റൂൾ ഇല്ലല്ലോടാ. ഇതുപോലത്തെ ബാനർ കാണിച്ചാൽ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ, പക്ഷേ അവർ ജയിച്ചായിരുന്നേ ശരിക്കും പണി കിട്ടിയായിരുന്നേ. അവർ ചോദിക്കും നിങ്ങൾ ഫ്ലാഗ് കാണിച്ച് എന്നിട്ട് എന്ത് ഇവരെ ബാൻ ചെയ്യാത്ത, ഇവര് ഗെയിം കളിച്ചല്ലോ എന്ന് പറയും. അതിപ്പോഴും ചോദിക്കുന്നില്ല, അവര് കളിക്കാൻ പാടില്ല. ഇപ്പൊ തോറ്റോണ്ട് അത്ര ഒരു ഹീറ്റ് ഇല്ല. ഇൻ കേസ് അവർ ജയിച്ചായിരുന്നെങ്കിലോ. പക്ഷെ അത് ലോകത്തെ ഏറ്റവും വലിയ റിഗ്ഡാന്ന് പറഞ്ഞ് അത് എനിക്ക് അത് പക്ഷേ ഇപ്പോഴും പക്ഷേ സെയിം അല്ലേ, ഇപ്പോഴും അവർക്ക് പണിഷ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ തോറ്റോണ്ട് അവർ ഹീറ്റ് ഇല്ല. എന്തായാലും തോറ്റു, കളിച്ചിട്ടും തോറ്റു. അത് ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ അതെന്തായാലും ഉണ്ട്. അവർ ജയിച്ചായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും തീർത്തില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യം, ലെറ്റ്സ് കഴിഞ്ഞ 2022 മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒരു ഡിബേറ്റ് ലൈവ് ആണോ? എടാ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് അത് പറയും, ഗോഡ് ഡിബേറ്റ് ഒക്കെ തീർന്നയാ പണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ്, ആരെ ചൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഈ സ്പോർട്ടിൻ്റെ ബ്യൂട്ടി അതാ. ഈ സ്പോർട്ട് ഇത്ര ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവാനും കാരണം ഈ രണ്ട് മനുഷ്യരുള്ളതുകൊണ്ടാണ്. രണ്ട് മനുഷ്യർ അപ്പോൾ ആ ഡിബേറ്റ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു എൻഡില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരിക്കലും ആരും എഗ്രി ചെയ്തില്ല. ഒരാളാണ് ഇപ്പോൾ ലെറ്റ്സ് സ്റ്റാറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മൾ നമ്പേഴ്സ് എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയായിരിക്കും, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്തത് മെസ്സിയാന്ന് പറയായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ഏത് സ്റ്റാറ്റ് എടുക്കുമ്പോഴാണ് മെസ്സി ടോപ്പ് വയ്ക്കുന്നത്. ഞാൻ ഉണ്ടാവൂടാ, കാരണം പക്ഷേ വേൾഡ് കപ്പ് അർജന്റീന അടിക്കുകയായിരുന്നെങ്കിൽ മെസ്സി തന്നെ വാൽഡർ കൊണ്ടുപോകാൻ. മെസ്സി ആണെങ്കിൽ സീസണിൽ ഫ്ലോപ്പ് ആയിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വേൾഡ് കപ്പിൽ 7 ഗെയിമിൽ 5 പെനാൽറ്റി അടിച്ചുകൊണ്ട് പുള്ളിക്ക് കഴിഞ്ഞാണ് വേൾഡ് കപ്പ് കിട്ടി. ബാലൻഡോർ കിട്ടി. ഇത്തവണ പുള്ളി വേൾഡ് കപ്പ് അടിക്കുകയായിരുന്നെങ്കിൽ 100% പുള്ളിക്ക് തന്നെ ബാലൻഡോർ പോയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളി തോറ്റോണ്ട് ഇപ്പോൾ ഒരു പറയുക വേൾഡ് കപ്പ് വെച്ചുകൊണ്ട് ബാലൻഡോർ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. അത് എനിക്ക് തോന്നുന്നത് യമാലുണ്ടാകും. യമാൽ ഫേവറേറ്റ് ആയിരുന്നു ബാലൻഡോർ കിട്ടാൻ. യമാല് തന്നെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്റ്റാറ്റ്സ് ചുമ്മാ ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ ഓവറോൾ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഗോൾസ് ലീഡ് ചെയ്യുന്ന റൊണാൾഡോ ആണ് 976 വീസസ് 919. അസിസ്റ്റ് ലീഡ് ചെയ്യുന്ന മെസ്സി 422 വീസസ് 260. ഗോൾ കോൺട്രിബ്യൂഷൻ 1341 മെസ്സി ലീഡ് ചെയ്യുന്ന 1236. അപ്പിയറൻസസിൽ ലീഡ് ചെയ്യുന്ന റൊണാൾഡോ ആണ് ഏകദേശം 200 ഗെയിമിൻ്റെ അടുത്ത്. ഗോൾസ് പെർ ഗെയിം മെസ്സിക്കാണ് കൂടുതൽ, 0.79, 0.73. ഹാട്രിക്ക് റൊണാൾഡോ ആണ് ലീഡ് ചെയ്യുന്ന 66 വീസസ് 61. ബാലൻഡോർ 8-5. വേൾഡ് കപ്പ് ആണ് മെയിൻ സംഭവം എനിക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. മെസ്സി പക്ഷേ വേറെ ആരാ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോർ ആരാ, ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ആരാ, ഇന്റർനാഷണൽ ഗോൾസ് ആർക്കാ കൂടുതൽ, ലീഗിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഇതിലും. അല്ലാതെ ലൈക്ക് ഇപ്പോൾ യൂറോ എടുക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസ് റൊണാൾഡോ എന്ന് പറയാം. പക്ഷേ അതേസമയം കോപ്പ എടുക്കുവാണെങ്കിൽ, കോൺകാക്കാഫ് എടുക്കുവാണെങ്കിൽ അവിടെ മെസ്സി അല്ല. മെസ്സിയെക്കാട്ടിൽ നന്നായിട്ട് കൂടുതൽ ഗോൾ അടിച്ചേക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ ലീഗ് എടുക്കുവാണെങ്കിൽ തന്നെ മെസ്സി ആണെങ്കിൽ ലാലിഗയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ ലീഗ് വിട്ട് പോയപ്പോൾ പുള്ളി വെറും ഫ്ലോപ്പ്. PSG-ലൊക്കെ 7 ഗോൾ അടിച്ച സീസൺ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആരും മിണ്ടുന്ന പോലില്ല. റൊണാൾഡോ എങ്ങാണ്ട് ഒരു സീസണിൽ സിംഗിൾ ഡിജിറ്റ് ഗോൾ അടിക്കുമായിരുന്നെങ്കിൽ പുള്ളിയെ നിലത്തിട്ട് ലാലിഗയുടെ ഒരു സ്റ്റാറ്റ്സ് പറയാനായിട്ട് എനിക്കൊന്ന് മെസ്സിക്ക് ലാലിഗയിൽ പുള്ളി എത്ര സീസൺ കളി, എനിക്കൊന്ന് 13-14 സീസൺ കളിച്ചതിൽ പുള്ളിക്ക് 34-35 ഹാട്രിക് ഉണ്ട്. റൊണാൾഡോ 9 സീസൺ കളിച്ചിട്ടുള്ളൂ, 34 ഹാട്രിക് ഉണ്ട്. അത് മാത്രമല്ല ഇവൻ ലാലിഗയിലെ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ എന്തുവാ, റൊണാൾഡോ കളിച്ച ഗെയിമിനേക്കാൾ കൂടുതൽ ഗോൾ അടിച്ചിട്ടുണ്ട്. 438 കളി എന്തോ പുള്ളി കളിച്ചിട്ടുള്ളൂ. അല്ല 454 ഗോൾ ഒന്നും അടിച്ചിട്ടുണ്ട്. 300 ചില്ലാനം ഗെയിം വന്നിട്ട് കളിച്ചിട്ട് 450 ഗോൾ അടിച്ചിട്ടുണ്ട് പുള്ളി. 370 ഗോൾ അടിച്ചിട്ടുണ്ട്, കളി കളിച്ചിട്ടുള്ളൂ. 450 ഗോൾ അടിച്ചിട്ടുണ്ട് പുള്ളി. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് 350. ലാലിഗയിലല്ല കേട്ടോ, റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. ലാലിഗയിൽ 200 ചില്ലാനം ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ മെസ്സി ആണെങ്കിൽ പുള്ളിയാണെങ്കിൽ കളിച്ച ഗെയിമിനേക്കാൾ കുറവ് ഗോൾ അടിച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി ലീഗിലും പുള്ളിക്ക് 1 ഗോൾ പെർ ഗെയിം പോലും ഇല്ല. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ് ഒരു പുള്ളി ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 സൂപ്പർ ബാലൻഡോർ വന്നത്. എന്ന് വെച്ചാൽ 30 വർഷത്തിലാണ് വരുന്നതെങ്കിൽ 2019 വരേണ്ടത്. അന്ന് വന്നായിരുന്നെങ്കിൽ മിക്കവാറും റൊണാൾഡോക്ക് കിട്ടിയാണെന്ന് പറഞ്ഞിട്ടൊരു പുള്ളി കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. കാരണം എനിക്കൊന്ന് പുള്ളി അന്നേരം പുള്ളിക്ക് ഒരു യൂറോ ഉണ്ടായിരുന്നു, 5 ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നു, മെസ്സിക്ക് വേൾഡ് കപ്പ് ഇല്ലായിരുന്നു, കോപ്പയില്ലായിരുന്നു, ഇന്റർനാഷണൽ ട്രോഫീസ് ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് ഈവൻ ആ സമയത്തിലാണെങ്കിൽ റൊണാൾഡോയുടെ ട്രോഫി ക്യാബിനറ്റ് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ലാലിഗ ഉണ്ടായിരുന്നു, സൂപ്പർ മറ്റേ ഇറ്റാലിയ ഉണ്ടായിരുന്നു, ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ട് വരുന്ന വഴി 3 ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. പിന്നെ മറ്റേ നമ്മുടെ പ്രീമിയർ ലീഗ് ഉണ്ടായിരുന്നു. എല്ലാം യുണൈറ്റഡിലെ 2009 സീസൺ. ആ സീസൺ അത് 2009 ഒരു സീസൺ ഉണ്ടായിരുന്നു റൊണാൾഡോ. അത് ഫുട്ബോൾ ചരിത്രത്തിൽ
പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തൊരു സീസൺ. അതായത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന് എന്തൊക്കെ അവാർഡ് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കളക്ട് ചെയ്തൊരു സീസണായിരുന്നു. പക്ഷെ അതുപോലെ സീസൺ വേറെ ഒരാൾക്കും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതൊക്കെ പക്ഷെ ഫാക്ട്സ് ആണ്, അല്ലാതെ പറയുന്നതല്ല. സോ അപ്പോൾ അതാ പറഞ്ഞ അങ്ങനെ ഒരു ഡിബേറ്റ് എനിക്ക് എത്രത്തോളം ഇതാന്ന് പറയില്ല. അത് മാത്രമല്ല ഇൻഫ്ലുവൻസ് കൂടെ നോക്കണം. ഇപ്പം ഫുട്ബോളിൻ്റെ പുറത്ത് എന്തോ ഇവർക്ക് എന്തോരം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനകത്ത് മാത്രമല്ല, ഫുട്ബോളിന് പക്ഷെ ആ പുള്ളിക്ക് ഫുട്ബോളിന് ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞത്. പുള്ളി കാരണം ഫുട്ബോളിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലുവൻസ്, ഫുട്ബോളിൽ നിന്ന് സ്പോർട്ടിനെ പുള്ളി എന്തോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. മെസ്സിക്ക് അതില്ല. മെസ്സിയുടെ കളി നമുക്ക് കണ്ടിരിക്കാം. മെസ്സി നല്ല ബ്യൂട്ടിഫുൾ അടിപൊളി ഗെയിമാണ്. പുള്ളിയുടെ കളി കണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? പുള്ളിയെ പോലെ റൊണാൾഡോ ഒന്നുമല്ല. റൊണാൾഡോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ആർക്കും ഇത് പറ്റും. ഇപ്പം സാധാരണ ഒരാൾക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഹാർഡ് വർക്കും ഇത് ഉണ്ടെങ്കിൽ അച്ചീവബിൾ ആണ് എല്ലാം എന്നുള്ളൊരു ഇതും കൂടെ പുള്ളി കൊണ്ടുവരും, ഫുട്ബോളിലൊക്കെ കൊണ്ടുവരും. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് റൊണാൾഡോ ഇപ്പം ആ ഒരു ഡിബേറ്റിൽ വരാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഇപ്പം മെസ്സി എന്നെ ഗോട്ടാണെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എന്നിട്ടും റൊണാൾഡോ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉണ്ടായിട്ടാണ്. പുള്ളിക്ക് എന്തോ ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. റൊണാൾഡോയുടെ ആ ഒരു 9 സീസൺ റയൽ മാഡ്രിഡിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം. പുള്ളിക്ക് 4 ചാമ്പ്യൻസ് ലീഗ്, 2 ലാലിഗയുടെ ടൈറ്റിൽ, 4 ബാലൻഡോർ, പിന്നെ 3 UEFA സൂപ്പർ കപ്പ്, 2 സ്പാനിഷ് സൂപ്പർ കപ്പ്, പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സീസണിൽ 17 ഗോള്, ടോപ്പ് സ്കോറർ. സോ അപ്പം ഇത് പുള്ളിയുടെ സ്റ്റാറ്റാണ്. ആ ഒരു 9 സീസണിൽ എത്ര ഗെയിം കളിച്ചു? 302 പുള്ളി മൊത്തം കളിച്ചേക്കുന്നത് 438 കളി കളിച്ചു, 451 ഗോൾ അടിച്ചു ഫുള്ള് വേണ്ടി മാത്രം. സോ പക്ഷേ അതാ പറഞ്ഞത്, അത് പുള്ളി അവിടെ കാണിച്ചിട്ട് പുള്ളി നിർത്തിയിട്ട് പോവായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരും റൊണാൾഡോ ഗോട്ടാന്ന് പോലും പറയാലായിരുന്നു. പക്ഷേ പുള്ളി അത് കാണിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ള ആ ലോഞ്ചെവിറ്റി നമുക്ക് ഒരു ഗോട്ട്നെസ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അതാണ് എനിക്ക് കുറേ കൂടെ എന്താ പറയുക, പുള്ളിക്ക് ഏത് ലീഗ് വേണമെങ്കിലും പോയി പെർഫോം ചെയ്യാൻ പറ്റും. പുള്ളിയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പ്രീമിയർ ലീഗിൽ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് സ്പാനിഷ് ലീഗ് വന്ന് ടോപ്പ്, ഇറ്റാലിയൻ ലീഗ് പോയിട്ട് അവിടെ ടോപ്പ്. അലക്സ് ഫെർഗ്യൂസൺ പണ്ട് പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോനെ ഒരു പ്രീമിയർ ഇംഗ്ലീഷ് 3rd ഡിവിഷൻ ടീമിൽ കൊണ്ട് ഇട്ടാലും റൊണാൾഡോ ഹാട്രിക് അടിക്കും, വേണേൽ കപ്പ് അടിക്കും. പക്ഷേ മെസ്സിക്ക് അത് പറ്റും, മെസ്സിക്ക് അത് പറ്റില്ല. അത് തെളിയിച്ചു കഴിഞ്ഞു, പുള്ളിയോട് തെളിയിച്ചു കഴിഞ്ഞു. പുള്ളിയാണെങ്കിൽ PSG പോയി അവിടെ പരാജയമായിരുന്നു. പിന്നെ അവിടുന്ന് ഇപ്പോൾ MLS പോയി. MLS പിന്നെ നമുക്കൊരു ലീഗായിട്ട് പോലും കണക്കാക്കാൻ പറ്റുന്ന ലീഗല്ല, ടോപ്പ് 5 പോലും ഇല്ലാത്തൊരു ലീഗാണ്. അത് കാരണം അവിടെ ഇപ്പോൾ കളിച്ചെന്നുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. പക്ഷെ പുള്ളിക്ക് മെസ്സിക്ക് എനിക്ക് തോന്നുന്നില്ല വേറൊരു എൻവയൺമെൻറ്റിൽ പോയാലും ഇങ്ങനെ തിളങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. റൊണാൾഡോയ്ക്ക് പക്ഷേ അത് പറ്റും. സോ ഗോഡി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ട 2 ഫാൻസിൻ്റെ സൈഡിൽ നിന്നും, ഞാൻ 2 പേരുടെയും ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, 2 പേരുടെ സൈഡിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫാനാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡിഫെൻസീവ് ആവും. നമ്മൾ ഇത്രയും വലിയ ഫാറ്റ് ഫ്രണ്ടിൽ എഴുതി വെച്ചാൽ പോലും അത് സമ്മതിക്കത്തില്ല. 2 സൈഡിൽ നിന്നും ഉണ്ട്. നമ്മൾ ഇയാൾ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്, അത് സമ്മതിക്കത്തില്ല. അത്രയും വലിയ ഫാറ്റാണെങ്കിൽ പോലും സമ്മതിക്കത്തില്ല. കാരണം അതൊരു ഇമോഷണലി നമ്മൾ അയാളോട് അത്ര അറ്റാച്ച്ഡാണ്. നമ്മൾ പുള്ളിക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യും. എന്ത് പുള്ളിനെ പറ്റി ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ എന്ത് ഇന്ത്യയിലിപ്പോൾ മോദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലവർ മോദിയുടെ ഇത് പറഞ്ഞാൽ ചത്താലും പുള്ളി തെറ്റാൻ സമ്മതിക്കില്ലാത്ത ആൾക്കാരുണ്ട്. സെയിം വേ നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യാനോനെ ഐഡലൈസ് ചെയ്യുക, പുള്ളീനെ ചത്താലും സമ്മതിക്കത്തില്ല, പുള്ളി ഗോട്ടല്ല മെസ്സിയ ബെറ്റർ എന്ന് ആരും സമ്മതിക്കത്തില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇമോഷണലി നമ്മളിത് ആവും. പക്ഷേ മെസ്സി ഫാൻസിന് വേണ്ടി ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ChatGPTയുടെ അടുത്ത് ഗോട്ടാരാന്ന് ചോദിക്കുവാണെങ്കിൽ ChatGPT പറയുകയാണെങ്കിൽ മെസ്സിയാണെന്നാണ്. അതിന് റീസണും ഉണ്ട്. അതിൽ കുറേ റീസൺസ് അത് പറയുന്നുണ്ട്. മെസ്സി ഒരു ബെറ്റർ പ്ലേ മേക്കറാണ്, പുള്ളി റൊണാൾഡോനെക്കാട്ട് കൂടുതൽ ഡ്രിബിൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഗെയിമ് കളിച്ചിട്ടുള്ളൂ. എന്നാൽ ഗോൾസിൻ്റെ ഡിഫറൻസ് എത്ര 50-60 ഗോൾസിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഏകദേശം 200 ഗെയിം കുറവാണ് മെസ്സി കളിച്ചേക്കണേ. പിന്നെ പുള്ളിയുടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഡിസൈൻ ചെയ്തേക്കണേ ഫുട്ബോളിന് വേണ്ടിയാണ്. പുള്ളി എന്താ ഹൈറ്റ് ഒരു പെർഫെക്റ്റ് ഹൈറ്റാണ്. റൊണാൾഡോയുടെ ഹൈറ്റ് അത്രയും പെർഫെക്റ്റ് അല്ല. പുള്ളി ഒരു ഹാർഡ് വർക്കിങ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നറൂട്ടോയിൽ ഇപ്പോൾ ഒരു ബെറ്റർ ഷിനോബി ആരാന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഇറ്റാച്ചി ഉണ്ട്, ഒന്ന് മൈറ്റ് ഗേ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു മൈറ്റ് ഗേ കുറച്ചും കൂടെ റൊണാൾഡോ പോലെ ഒരു ഹാർഡ് വർക്കിംഗ് എന്താ പറയുക പ്യുവർ ഹാർഡ് വർക്കും കൊണ്ട് മാത്രം അവിടെ എത്തിയാക്കണ ഒരാൾ. പക്ഷേ മെസ്സി എന്ന് പറഞ്ഞാൽ ഇറ്റാച്ചി ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആണ്, ഡിസൈൻഡ് ഫോർ ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫുട്ബോൾ പുള്ളിയുടെ കളി കണ്ടിരിക്കാനാണേലും എനിക്കറിയത്തില്ല, പുള്ളിയുടെ പണ്ടത്തെ ക്ലിപ്സൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും AI ജനറേറ്റഡ് ആണോ പുള്ളിയെ ഡ്രിബിൾ ചെയ്യുന്നത്, 5-6 പേരെ ഡ്രിബിൾ ചെയ്തിട്ട് പുള്ളി പുല്ല് പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഫുട്ബോളിന് വേണ്ടി എന്താ പറയുക ഡിസൈൻഡ് ഒരാൾ മെസ്സിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കാരണമായിരിക്കും ചിലപ്പോൾ ChatGPT പറയുന്നത് മെസ്സി ഈസ് ദ ഗോട്ട് എന്ന്. ആൻഡ് ഗുഡ് ന്യൂസ് ഈസ് ഒരു ജനറേഷൻ ഓഫ് ആൾക്കാർ, ഒരു കഴിഞ്ഞ 10-15 വർഷം ഫുട്ബോളിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്തത് ഒരു 3 ആൾക്കാരുണ്ടല്ലോ, മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇവരുടെ 3 ജനറേഷൻ എനിക്ക് തോന്നുന്നു ഈ സമയം കൊണ്ട് തീരുന്നു. അപ്പോൾ ഈ ഡിബേറ്റൊക്കെ ഉള്ളതുകൊണ്ട്
ഈ ഡിബേറ്റിന് വേണ്ടി മാത്രമാണ് എനിക്കൊന്നൊരു 50% ആൾക്കാരും മിക്കവാറും കേരളത്തിൽ തന്നെ കളി കാണുന്ന കാര്യം. രസം എന്ന് വെച്ചാൽ അർജന്റീന മാത്രമേ ഫാൻസ് ഉള്ളെങ്കിൽ എത്ര പോസ്റ്റർ അവർ ബുക്കിട്ട് പിന്നെ അവർ മടുത്തു പോകും. മറ്റേ പോസ്റ്റർ വലിയത് വെക്കുമ്പോൾ ഇവിടെ ഇത് വെക്കുന്നു ആ ഒരു 1.5 മാസം 4 വർഷത്തിൽ അല്ലെങ്കിൽ വേറെ ലീഗുകളൊക്കെ വരുമ്പോഴത്തേന് ഒരു ആൾക്കാർക്ക് അത്രയും എന്താ പറയുക എൻ്റർടൈനിങ് അല്ലെങ്കിൽ അത്രയും ഡിസ്ട്രാക്ഷൻ കൊടുക്കാൻ പറ്റിയത് ഈ 3 പേര് ഉള്ളതുകൊണ്ടാണ്. ആൻഡ് ഈ 3 പേര് മിക്കവാറും അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും ഉണ്ടാകത്തില്ല. ഒരു ടോപ്പിക്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഫാൻസിൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് സൈഡിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഓൾദോ ഇതിപ്പോൾ കേൾക്കുമ്പോഴത്തേനും നിങ്ങളിപ്പോൾ ഏത് സൈഡിലാണെന്നനുസരിച്ച് അത്രയും പോളറൈസിങ് ആയിരിക്കും. എന്നാലും ഇതിലിപ്പോൾ നുവാൻസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡ് കപ്പിന് നിങ്ങളുടെ ടേക്ക് അവേസ് എന്തൊക്കെയായിരുന്നു, നിങ്ങളുടെ ഫിഫയിലെ തോട്ട്സ് എന്താണ്, ഫൈനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ഇപ്പോൾ അർജന്റീന ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും അതൊക്കെ കമൻറ്റ്സ് പറഞ്ഞറിയിക്കുക.